ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു മധുരമാണ്. സാധാരണയായിട്ട് നമ്മൾ പറയാറില്ലേ, ഹൽവ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. മധുരത്തിൻ്റെ കൂട്ടത്തിൽ കേമനാണ്, അല്ലെങ്കിൽ മുൻപന്തിൽ നിൽക്കുന്ന ആളാണ് ഹൽവ. ഈ ഹൽവ എന്നൊക്കെ പറയുമ്പോൾ കോഴിക്കോടൻ ഹൽവ, ഇങ്ങനെ പല പല ഓരോ സ്ഥലത്തിനും പ്രത്യേകതയുള്ള ഹൽവകളുണ്ട്. എങ്കിൽ ഹൽവയുടെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗോതമ്പ് മാവ് കൊണ്ടുണ്ടാക്കും, പിന്നെന്താ മൈദാമാവിലുണ്ടാക്കും, അരിമാവിലുണ്ടാക്കും, ഒക്കെ ഹൽവ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഹൽവ ഉണ്ടാക്കാൻ എല്ലാവർക്കും മടിയാണ്. കാരണം ഒത്തിരി ഇളക്കണം, കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി ഒത്തിരി സമയമെടുക്കുന്നൊരു കാര്യമാണ്. ഒരുപാട് ലേബർ അല്ലെങ്കിൽ കഠിനാധ്വാനം വേണം. എത്ര രുചിയുള്ള കാര്യമാണെങ്കിലും കുറച്ച് അധ്വാനിക്കണം. അതാണ് പലപ്പോഴും മടിയുണ്ടാവുന്നത്. പക്ഷേ ഇനി നമ്മളൊരു ഹൽവ ഉണ്ടാക്കാൻ പോകുന്നു. അത് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. കാരണം ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഹൽവയാണ്. ഇതൊരു കറാച്ചി ഹൽവ എന്നാണ് ഇത് പറയുന്നത്. ഇപ്പോൾ കറാച്ചി ഹൽവ അല്ലെങ്കിൽ ഒരു ബദാം ഹൽവ എന്ന് പറയാം. ബദാം എല്ലാം ചേർത്ത് വരുന്നൊരു ഹൽവ. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബദാം ഹൽവ ചേരുവകൾ: കോൺഫ്ലവർ 2 കപ്പ്, വെള്ളം 3 മുതൽ 4 കപ്പ് വരെ, പഞ്ചസാര 2 കപ്പ്, ബദാം നീളത്തിലരിഞ്ഞത് 1/2 കപ്പ്, ഓറഞ്ച് എസൻസ് 1/4 ടീസ്പൂൺ, നെയ്യ് 1/4 കപ്പ്, ഏലക്കാപ്പൊടി 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ ബദാം എസൻസ് 1/2 ടീസ്പൂൺ. അപ്പോൾ നമ്മളുടെ ബദാം ഹൽവ അല്ലെങ്കിൽ മറ്റൊരു പേരായ കറാച്ചി ഹൽവ തയ്യാറാക്കി തുടങ്ങാം. ഇത് നമ്മൾ ചെയ്യുന്നത് കോൺഫ്ലവർ ഉപയോഗിച്ചിട്ടാണ്. കോൺഫ്ലവർ ഒരു തിക്കനിങ് ഏജൻ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ സാധാരണ പുഡിങ്സിലും പിന്നെ ചിലതരം കറികളിലും ചൈനീസ് വിഭവങ്ങളിലും ഒക്കെ നമ്മൾ ചേർക്കുന്ന ഒരു കാര്യമാണ് കോൺഫ്ലവർ. അപ്പോൾ അത് 2 കപ്പ് ഞാനിവിടെ അളന്ന് വെച്ചിട്ടുണ്ട്. അത് കുറച്ചുകൂടി വലിയൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ആദ്യം ഒന്ന് കലക്കാം. രണ്ട് കപ്പ് വെള്ളം ആദ്യം ഒഴിക്കാം. എന്നിട്ട് വീണ്ടും 1 കപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 3 കപ്പ് വെള്ളം. അപ്പോൾ കട്ടയില്ലാണ്ട് ലൂസാക്കി കലക്കിയെടുക്കുക. അപ്പോൾ നമ്മളുടെ കോൺഫ്ലവർ ഒരു 3 കപ്പ് വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മൾ 2 കപ്പ് കോൺഫ്ലവർ കലക്കി എടുത്തിരിക്കുകയാണ്. ലൂസായിട്ട് പാല് മാതിരിയുള്ള കൺസിസ്റ്റൻസി, ഒരു പാൽ എങ്ങനെയുണ്ടോ അതുപോലെ, അത്രയും കട്ടിയുള്ളൂ. ഇനി ചൂട് കട്ടിയുള്ളൊരു പാത്രം, അതിലേക്ക് ഈ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ, ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ എന്ത് തോന്നുന്നു? പശുവിൻ പാല് പോലെ ഉണ്ട് അല്ലേ? അതാണ് കൺസിസ്റ്റൻസി. ആ ഒരു അളവിലാണ് ഇങ്ങനെ ഒരു പാല് പോലെ ഇരിക്കും. ഇനി നമ്മൾ ഈ അടുപ്പിൽ വെച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ വളരെ ശ്രദ്ധാപൂർവം വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരുപാടിട്ട് ഇളക്കണ്ട. ആദ്യത്തെ സ്റ്റേജിൽ നന്നായിട്ടൊന്ന് ഇളക്കിയല്ലോ. ഇനി നമ്മൾ പതുക്കെ ഇതിനൊന്ന് ഇതിനൊന്ന് കട്ടിയാകാനായിട്ടൊരു സമയം കൊടുക്കണം. ഇപ്പോൾ ചെറുതായിട്ട്, ഇപ്പോൾ കോൺഫ്ലവറാണ്, അതുകൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തിക്കായി വരും. അന്നേരം അത് കഴിഞ്ഞിട്ട് തവി കൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക. ചെറിയ രീതിയിൽ ഇങ്ങനെ നമ്മളുടെ ഹൽവ ഇങ്ങനെ കട്ടിയായി തുടങ്ങി. കണ്ടല്ലോ, ഇങ്ങനെ വെന്ത് വരുവാണ് ആ മാവ്. ഇനി നമ്മളിതിലേക്ക് 2 കപ്പ് പഞ്ചസാര, അപ്പോൾ 2 കപ്പ് മാവാണ് കോൺഫ്ലവർ, 2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഇതിൻ്റെ കൂടെ കിടന്ന് അലിഞ്ഞ് ഇതുമായി യോജിക്കും. ഇനി ഇതിലേക്ക് ഒരല്പം കളർ ഇഷ്ടമുള്ള ഏത് കളറും ആകാം. യെല്ലോ ആണെങ്കിൽ യെല്ലോ കളർ, ഓറഞ്ച് ആണെങ്കിൽ ഓറഞ്ച് കളർ. ഞാനിപ്പോൾ ഒരു ചെറിയ ഓറഞ്ച് കളറാണ് കൊടുക്കാം. നമ്മുടെ ബദാം ഹൽവ ഒരു ഓറഞ്ച് കളറിലായിരിക്കും. ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും, പക്ഷെ അതിൻ്റെ കൂടെ വലിയ കാര്യമാക്കണ്ട. നമ്മൾ നല്ലൊരു തവി കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ കുത്തി ഇളക്കി റെഡിയാക്കിയാൽ മതി. ഇച്ചിരി അത് കിടക്കുന്നതിൻ്റെ ഒരു ഡിസൈൻ പോലെയാണ്. അതിങ്ങനെ റെഡിയായി വരുമ്പോൾ അത് കാണാനൊരു ഭംഗി തന്നെയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾക്ക്
2 കാര്യങ്ങൾ. ഇത് ബദാം ഹൽവയാണ്, അതുകൊണ്ട് ബദാം ഒരു 1/2 കപ്പോളം ബദാം ഇങ്ങനെ നീളത്തിലരിഞ്ഞത് അത് ചേർത്ത് കൊടുക്കുക. ഹൽവയുടെ ഉള്ളിലേക്ക് ബദാമിൻ്റെ പീസസ് യോജിച്ച് കിട്ടും. ഇനി വേണ്ടത് ഏലക്കയുടെ സ്വാദാണ് വേണ്ടെങ്കിൽ ഏലക്ക പൊടിച്ചത് വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ബദാം എസൻസ് എന്ന് പറഞ്ഞാൽ ബദാം മിൽക്ക് ഷേക്കിന് വേണ്ടി വാങ്ങാൻ കിട്ടുന്നൊരു കാര്യമുണ്ട്, ചെറിയ ബദാം ഫ്ലേവർ കിട്ടുന്നത്. അത് വേണമെങ്കിൽ ഒരു അല്പം, ഒന്നുകിൽ ബദാം എസൻസ് അല്ലെങ്കിൽ ബദാം മിൽക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫ്ലേവറിങ് ഏജൻറ്റ്, ബദാം ഫ്ലേവർ, അത് ഒഴിച്ചാലും മതി. അപ്പോൾ ബദാം എസൻസ് ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഏലക്കാപ്പൊടി ചേർത്താൽ മതി. എനിക്ക് ബദാം എസൻസിൻ്റെ ഫ്ലേവർ അത്ര വലിയ ഇഷ്ടമുള്ള ആളല്ല ഞാൻ, അതുകൊണ്ട് ഇച്ചിരി ഏലക്കയും കൂടി ചേർക്കാൻ പോകണം. ഏലക്ക പൊടിച്ച് ഒരല്പം. ഞാനിപ്പോൾ 2 കാണിച്ചു എന്നേ ഉള്ളൂ, ഏത് വേണമെങ്കിലും ആകാം. ഇനി നമ്മളെന്താ ചെയ്യേണ്ടത്? ഇനി കുറച്ച് നെയ്യ്, ഒരു 1/4 കപ്പ് നെയ്യ് എടുത്ത് വയ്ക്കാം. ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കുക. ഇപ്പം ഞാൻ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു. നന്നായിട്ട് ഇനി തീ കൂട്ടി കൊടുക്കുക. ഇത്ര നേരം ഞാൻ തീ കുറച്ചിട്ടിരിക്കുമായിരുന്നു. ഇനി നമ്മൾ തീ അല്പം കൂട്ടി ചെയ്യാം. ഇതെല്ലാം കൂടി ചേർത്ത് എത്ര സമയം എടുത്തു? കഷ്ടിച്ച് 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ്. എളുപ്പത്തിൽ ഹൽവ റെഡിയാവും. ആയി കഴിഞ്ഞു ഏകദേശം. പാത്രത്തിൽ നിന്നും വിട്ട് വരുന്ന സ്റ്റേജാണ്. നമ്മളുടെ ഹൽവ ഇവിടെ റെഡി ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ലംസ് ഒന്നും കാണാനില്ല. അതിനകത്ത് ചെറിയ ചെറിയ കട്ടകളുണ്ടായിരുന്നു, ഒന്നും കാണാനില്ല. ഞാൻ പറഞ്ഞില്ലേ, അതിന് വലിയ പ്രാധാന്യമില്ല. അത് ഇതിൻ്റെ കൂടെ യോജിച്ച് കിട്ടും. എല്ലാം ആയിക്കഴിഞ്ഞു. ഇനി തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരു മോൾഡിലേക്ക് മാറ്റുക. ലെവൽ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമുക്കൊന്ന് സ്പൂൺ കൊണ്ട് ലെവൽ ചെയ്യാം. അപ്പോൾ ഇത് ലെവൽ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു അല്പസമയം തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്ത് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. ഡീമോൾഡ് ചെയ്യാനും സാധിക്കും, മുറിച്ചെടുക്കാനും സാധിക്കും. വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഉണ്ടാക്കിയ മെത്തേഡ് കണ്ടല്ലോ, വളരെ ഈസി അല്ലേ? എനിക്ക് കഷ്ടിച്ചൊരു 1/2 മണിക്കൂർ പോലും വേണ്ട, 20-25 മിനിറ്റ് സമയമേ എടുത്തിട്ടുള്ളൂ. അപ്പം നമ്മളുടെ ഹൽവ ഇപ്പോൾ സെറ്റായി കഴിഞ്ഞു. അല്പസമയം തണുക്കാൻ വെച്ചു, നന്നായിട്ട് തണുത്തു. ഡീമോൾഡ് ചെയ്യാം നമുക്ക്. ഇനി വേറൊന്നും ചെയ്യാനില്ല, ഇഷ്ടമുള്ള ആകൃതിയിൽ മുറിച്ചെടുക്കാം. ബദാം ഹൽവ റെഡി ആയി കഴിഞ്ഞു. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് മനസ്സിലായല്ലോ. നല്ല സുന്ദരമായ പീസസ് ആയിട്ട് നമുക്ക് മുറിച്ചെടുക്കാനും സാധിക്കും ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടുവാണെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചത് വളരെ നാടനായിട്ടുള്ള ശീമച്ചക്കയും ചെമ്മീനും കൂടി ചേർത്ത ഒരു മസാല കൂട്ടുകറിയായിരുന്നു. പിന്നെ രണ്ടാമത് കാണിച്ചത് ഒരു മധുരമാണ്, പക്ഷെ വീട്ടിൽ എളുപ്പം ഉണ്ടാക്കാൻ പറ്റും. ഒരു പക്ഷേ നമ്മൾ കടകളിൽ നിന്ന് മാത്രം വാങ്ങി കഴിക്കുന്ന ഒരു ഹൽവ നമ്മുടെ വീട്ടിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. 2 വിഭവങ്ങൾ പരീക്ഷിക്കുക. ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് ആവുന്നത്.